രാമേന്ദ്ര, കാനഡയിൽ നിന്നും പുതിയ വാർത്തകൾ വരുന്നു. കാനഡയിൽ അധികാരത്തിലെത്തിയത് പഴയ ട്രൂഡോയുടെ പാർട്ടി തന്നെയാണ്. ട്രൂഡോ ഇല്ലാത്തതായിട്ടുള്ള ട്രൂഡോ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. പക്ഷെ അവിടെ അതിനൊപ്പം നമ്മൾ വായിക്കേണ്ട ഒരു കാര്യം, അവിടെ വലിയ ശക്തിയായിട്ട് ഉയർന്നു നിന്നിരുന്ന ഖാലിസ്ഥാൻ പാർട്ടിയുണ്ട്, സിക്കാരുടെ ഒരു പാർട്ടി, അല്ലെങ്കിൽ ഖാലിസ്ഥാൻ കക്ഷികളുടെ പേര്. അവർക്ക് നേരത്തെ 17 സീറ്റ് ഉണ്ടായിരുന്നു. അവർ ഏതായാലും അവിടുത്തെ ജനങ്ങളെ ഇടിച്ചു പൊളിച്ചത് 7 കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ഇന്ത്യക്കും അതേപോലെ മോദിക്കും ഇതിൻ്റെ ഒരു സാധ്യത എന്താണ്? എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ, അതോ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്ത അവസ്ഥയാണോ? എനിക്ക് തോന്നുന്നത് ഗുണകരമായൊരു അന്തരീക്ഷത്തിലേക്കാണ് അവിടുത്തെ ഭരണകൂടത്തിൻ്റെ മാറ്റമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് അതിൻ്റെ ഒരു വിശദാംശങ്ങൾ? ഇത് ഇന്ത്യക്ക് വലിയ ആശ്വാസമാണ്, മോദിക്കും വലിയ ആശ്വാസമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ അവിടെ 2ാം സ്ഥാനത്തൊക്കെ വന്നിരുന്ന പാർട്ടിയാണ് ഈ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞ NDP. കേരളത്തിലും പണ്ടൊരു NDP ഉണ്ടായിരുന്നു അല്ലേ, നായർ ഡെമോക്രാറ്റിക് പാർട്ടിയോ മറ്റേ ചങ്ങനാശ്ശേരിയിൽ നിന്ന് അദ്ദേഹം പോയോടെ അത് ആ പരിപാടിയെ സമ്പൂർണ്ണമായിട്ടും പോയി. അതെ. പിന്നെ ഇത് ലോകത്ത് പല സ്ഥലത്ത് ഈ പേരിൽ വരുന്ന ആളുകൾ പല രൂപമുള്ളവരും പല പ്രത്യയശാസ്ത്രമുള്ളവരും പല കാഴ്ചപ്പാടുള്ളവരും ഒക്കെയാണ്. പേര് മാത്രമാണ് ഈ ഡെമോക്രാറ്റിക് എന്നത്. അപ്പോൾ ഈ NDP എന്നുള്ളത് മറ്റേ ട്രൂഡോയുടെ സഖ്യകക്ഷിയായിട്ട് നിലകൊണ്ടിരുന്ന പാർട്ടിയാണ്. അപ്പോൾ അവരുടെ ഒരു വോട്ട് ബാങ്കാണ് അവിടെ സിഖുകാർ. ട്രൂഡോയുടെയും വോട്ട് ബാങ്കായിട്ട് നിലകൊണ്ടിരുന്നതുകൊണ്ട് നമ്മൾ ഒരാവശ്യമില്ലാതെ അവിടെ ഖലിസ്ഥാൻ ഭീകരരുടെ കൂടെ ട്രൂഡോ നിൽക്കുകയും പിന്നെ അവിടെ നിജ്ജർ എന്ന് പറഞ്ഞ ഈ ഖലിസ്ഥാൻവാദികളുടെ നേതാവായിരുന്ന ഒരുത്തൻ അവിടെ അജ്ഞാതന്മാരോ ആരൊക്കെയോ കൂടി തട്ടിക്കളഞ്ഞപ്പോൾ ഇന്ത്യയുടെ മേൽ അതിൻ്റെ കുറ്റം ട്രൂഡോ ചാർത്തുകയും ചെയ്തു. ഇന്ത്യൻ സർക്കാരുടെ ഏജൻറ്റുമാരാണ് അയാളെ നിജ്ജറിനെ തട്ടിക്കളഞ്ഞത് എന്നുള്ള മട്ടിൽ ഇത് ഇന്ത്യയുടെ തലയ്ക്ക് ചാർത്തുന്ന ഘട്ടം വന്നു. അങ്ങനെ നയതന്ത്ര പ്രതിനിധികളെയൊക്കെ പരസ്പരം പുറത്താക്കുകയും ബന്ധം വളരെ വഷളാവുകയൊക്കെ ചെയ്തു. കാരണം കാനഡയിൽ ധാരാളം ഇന്ത്യക്കാരുണ്ട്, ഇന്ത്യൻ വിദ്യാർത്ഥികളും ഒക്കെ ഉള്ള സ്ഥലമാണ്. മലയാളികൾ ധാരാളം ഉണ്ട് അവിടെ. ആ ക്യൂബക്കിലുമൊക്കെ വേറെ ആളുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇന്ത്യാവിരുദ്ധ വികാരം വല്ലാതെ ഊതിക്കത്തിക്കുകയും ഇന്ത്യൻ മറ്റേ സ്ഥാനപതി കാര്യാലയത്തിൻ്റെ മുമ്പിൽ അവർ മോദിയുടെ കോലം കത്തിക്കുക, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് ഖലിസ്ഥാൻകാർ നടന്നിരുന്നു. ഇവരുടെയൊക്കെ ഈ NDPയുടെ ഒരു ഫൗണ്ടർ ലീഡർ സ്ഥാപക നേതാവ് എന്ന് പറയുന്ന ആൾ ജഗ്മീത് സിംഗ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ അയാളുടെ മണ്ഡലത്തിൽ വിദൂര 3ാം സ്ഥാനത്തായിപ്പോയി എന്ന് പറയുമ്പോൾ വോട്ടർമാർ അയാളെ തള്ളിക്കളഞ്ഞു, അയാളുടെ ഖലിസ്ഥാൻ രാഷ്ട്രീയവും തള്ളിക്കളഞ്ഞു. അതെ, ഇത് യഥാർത്ഥത്തിൽ നിജ്ജറിൻ്റെ കൊലപാതകമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് തോന്നുന്നത് ഖലിസ്ഥാൻവാദികൾ അവിടെ എക്സ്പോസ്ഡായി. നേരത്തെ അവർ ഈ പറഞ്ഞ ഡെമോക്രസിയുടെ ഒരു പട്ടൊക്കെ പുതച്ചിങ്ങനെ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിലും ഈ കൊലപാതകത്തിന് ശേഷം അത് ശരിയായിരിക്കാം, അജ്ഞാതൻ എന്ന് പറയുമ്പോൾ ആരായിരിക്കും എന്ന് ഗസ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അത് പക്ഷേ ഓരോരുത്തരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. കാനഡ സർക്കാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരായിട്ടത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതാണ് നമ്മൾ തമ്മിലുള്ള നയതന്ത്രത്തിന് പ്രധാനമായിട്ടുള്ള കുഴപ്പമുണ്ടാകാൻ കാരണം എന്നെനിക്ക് തോന്നുന്നു. അത് ഈ ഖലിസ്ഥാൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വോട്ട് ബാങ്ക് എന്നുള്ള നിലയ്ക്ക് ട്രൂഡോ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്. ട്രൂഡോയുടെ അപ്പനും അവിടെ നേരത്തെ പ്രധാനമന്ത്രി ആയിരുന്നല്ലോ. പക്ഷെ ട്രൂഡോയെ ട്രംപിന് തീരെ ഇഷ്ടമല്ല. ട്രംപ് തെരഞ്ഞെടുപ്പ് കാലത്തൊരു കോഫി ടേബിൾ പുസ്തകം ഇറക്കിയപ്പോൾ അതിലൊരു അധ്യായത്തിൽ ട്രൂഡോയെ പറ്റി പറഞ്ഞിരുന്നത് ഇയാൾ കാസ്ട്രോയുടെ മകനാണെന്നാണ്. അതായത് ട്രൂഡോയുടെ അമ്മ വിക്ടോറിയയെ പറ്റിയിട്ടുള്ള ഒരു ആരോപണം ആണ്. അവർ വലിയ സോഷ്യലൈറ്റ് ആയിരുന്നു, വിരുന്നുകൾക്ക് പോവുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാളെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ട്രൂഡോ കാസ്ട്രോയുടെ മകനാണെന്ന് അതിൽ ആരോപിച്ചിരുന്നു മറ്റേ ട്രംപ്. അപ്പോൾ ട്രംപ് അടുത്ത കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ട്രൂഡോ നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ട്രൂഡോയ്ക്ക് ട്രംപ് കുറേ പ്രശ്നങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കി. അങ്ങനെ ട്രംപിൻ്റെ സമ്മർദ്ദമൊക്കെ കാരണം ഇയാൾ ട്രൂഡോ രാജിവെച്ചിട്ട് പകരം മക്കാർണി പ്രധാനമന്ത്രിയായി. മക്കാർണി നേരത്തെ
ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ചീഫായിരുന്നതാണ്, ബാങ്കറാണ്. അയാൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് കൊണ്ടുപോകാനൊക്കെ അറിയാം. മക്കാർണി ട്രൂഡോയ്ക്ക് പകരം തിരിച്ചു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂഡോയുടെ പാർട്ടിക്കാർക്ക് തന്നെ വേണ്ടാതായി. നേരത്തെ മറ്റേ ട്രംപിന് മുമ്പേ ബൈഡന്റെ പാർട്ടി തന്നെ മാറ്റിയല്ലോ. സമാനമായ സാഹചര്യത്തിലായിരുന്നു ട്രൂഡോ. അങ്ങനെ ട്രൂഡോ നിന്ന് കഴിഞ്ഞാൽ പാർട്ടി രക്ഷപ്പെടില്ല എന്ന് തോന്നിയിട്ട് പാർട്ടി തന്നെ ട്രൂഡോയെ മാറ്റി. ട്രൂഡോ രാജിവെച്ച ശേഷം മാർക്ക് കാർണി വന്നു. ആ മാർക്ക് കാർണി ഇപ്പോൾ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് ജനം. അങ്ങനെ വിശ്വാസം അർപ്പിച്ചതിൻ്റെ കൂട്ടത്തിലാണ് ഈ ജഗ്മീത് സിംഗിനെ എടുത്ത് ദൂരക്കളഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റിൽ NDPക്ക്, ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിക്ക്, സിഖുകാരുടെ പാർട്ടിക്ക് 17 സീറ്റ് ഉണ്ടായിരുന്നു. ആ സ്ഥാനത്ത് ഇത്തവണ 7 സീറ്റായിട്ട് ചുരുങ്ങി എന്ന് പറയുമ്പോൾ ഖലിസ്ഥാൻവാദികളുടെ സ്വാധീനം, ഭീകരരുടെ സ്വാധീനം വലിയ തോതിൽ കനേഡിയൻ രാഷ്ട്രീയത്തിൽ കുറഞ്ഞു, ഇടിഞ്ഞുപോയി. അപ്പോൾ അത് മോദിയെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണെന്ന് മാത്രമല്ല, ഈ ആരോപണങ്ങളുടെയൊക്കെ കുന്തമുന ഒടിഞ്ഞു പോവുകയും ചെയ്തു. അത് ആ ആരോപണങ്ങളിൽ നിന്നൊക്കെ പിന്നീട് അന്വേഷണ സമിതിയുടെ മുമ്പിൽ തെളിവൊന്നുമില്ല എന്ന് ട്രൂഡോയ്ക്ക് തന്നെ പറയേണ്ടിയൊക്കെ വന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അല്ല, നയതന്ത്രപരമായിട്ട് നേരത്തെ ഇന്ത്യ വിജയിച്ചു കഴിഞ്ഞിരുന്നു ആ കാര്യത്തിൽ. അതെ. പക്ഷേ ഈ ശല്യമായി വരാൻ സാധ്യതകളായിട്ടുള്ള എലിമെന്റ്സ് ഉണ്ടല്ലോ അവിടുത്തെ, പ്രത്യേകിച്ച് ഖലിസ്ഥാൻവാദികൾ. നമ്മളെന്തായാലും ഇന്ത്യക്കാരെന്നാലൊക്കെ അവരെ പ്രൊമോട്ട് ചെയ്യുകയോ അവരെ അംഗീകരിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ അവർ ഇന്ത്യയിലായിരുന്ന സമയത്തും പുറത്തായിരുന്ന സമയത്തും ഇന്ത്യയുടെ അഖണ്ഡതക്കെതിരെ അതിശക്തമായിട്ട് നിലപാട് എടുത്തിരുന്നവരാണ്. അത് ഭിന്ദ്രൻവാലയുടെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ 24 സീറ്റിന്റെ സ്ഥാനത്താണ് ഇപ്പൊ വെറും 17 സീറ്റിലേക്ക് ചുരുങ്ങി. 17 സീറ്റ് പോയിട്ട് 7ലേക്ക് ചുരുങ്ങിയിരിക്കുന്നത്. അതായത് 24 സീറ്റ് ഉണ്ടായിരുന്നതിൽ 17 പോയി വെറും 7 സീറ്റിലേക്ക് NDP ചുരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ സിഖ് വിഘടനവാദവും കൊണ്ട് നടന്ന് മൂന്നാമത്തെ വലിയ കക്ഷിയായിരുന്ന ആ പാർട്ടിയാണ് ചുരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ പാർട്ടിയുടെ അംഗീകാരം പോകും. അതിനുള്ള തെരഞ്ഞെടുപ്പ് ഫണ്ടുകൾ ഇനി കിട്ടില്ല, അതിൻ്റെ അംഗീകാരവും പോവാണ്. കാരണം ഈ അവസ്ഥയിൽ ഈ സീറ്റ് വെച്ചിട്ട് ഇനി അവിടെ അംഗീകാരം ആ പാർട്ടിക്ക് ഉണ്ടാവില്ല എന്നുള്ള അവസ്ഥയാണ്. കഴിഞ്ഞ 8 കൊല്ലമായിട്ട് ഇത് വലിയ സ്വാധീനത്തോടുകൂടി അവിടെ വിളങ്ങി നിന്നിരുന്ന പാർട്ടിയാണ് ഈ സിഖുകാരുടെ എന്ന് പറയാൻ പറ്റില്ല, ഖലിസ്ഥാൻവാദികളുടെ ഈ പാർട്ടി. അപ്പോൾ അയാളുടെ മണ്ഡലം കഴിഞ്ഞ 6 കൊല്ലമായിട്ട് ജഗ്മീത് സിംഗ് ഹൗസ് ഓഫ് കോമൺസിൽ അംഗമാണ്. അയാളുടെ മണ്ഡലം എന്ന് പറയുന്നത് ബാർണബി സൗത്ത് ആയിരുന്നു. ഇപ്പം അത് ബാർണബി സെൻട്രൽ അതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് അയാൾ തോറ്റത്. 2019 ഉപതെരഞ്ഞെടുപ്പിൽ അയാൾ ജയിച്ചിരുന്നു. ഇത്തവണ ഈ ലിബറൽ പാർട്ടിയാണല്ലോ ഈ ട്രൂഡോയുടെ. അപ്പോൾ ലിബറൽ പാർട്ടിയുടെ വെയ്റ്റ് ചോങ്, പിന്നെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ജെയിംസ് യാൻ, ആ 2 സ്ഥാനാർത്ഥികൾക്കും പിന്നിൽ ഒരു വിദൂര 3ാം സ്ഥാനത്തായി പോയി ജഗ്മീത് സിംഗ്. അങ്ങനെയാണ് അതിൻ്റെ പരാജയം വന്നിരിക്കുന്നത്. അപ്പോൾ സിംഗ് ഈ തോറ്റു കഴിഞ്ഞിട്ട് രാജിവെച്ചു. ഇനി വേറെ നേതാവ് അതിന് വരും ആ പാർട്ടിക്ക്. ഇനി സിംഗ് നേതാവായിരിക്കില്ല. സിംഗ് തോറ്റു കഴിഞ്ഞിട്ട് പറഞ്ഞു, ട്രംപിൻ്റെ ഭീഷണിയിൽ നിന്ന് ഈ കാനഡയുടെ പരമാധികാരം നിലനിർത്താൻ മാർക്ക് കാർണിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചു. അങ്ങനെയൊന്നും ആയിരിക്കില്ല. മാർക്ക് കാർണി ട്രംപിൻ്റെ കൂടെ, മറ്റേ ട്രൂഡോ പോയി കഴിഞ്ഞല്ലോ, ട്രംപിൻ്റെ ശത്രു പോയി കഴിഞ്ഞു. ട്രംപിന് ഇനി എന്താണ്? ട്രംപ് ഇനി മാർക്ക് കാർണിയുടെ കൂടെ മര്യാദയ്ക്ക് ചിലപ്പോൾ സൗഹൃദത്തിൽ പോയി എന്ന് വരും. അല്ല, സൗഹൃദത്തിൽ പോകാനുള്ള സാധ്യത ആദ്യം ട്രംപ് കാണിച്ചിരുന്നില്ല. ട്രംപ് പറഞ്ഞ് ഞാൻ കാനഡയെ വാങ്ങിക്കും, 51ാമത്തെ സംസ്ഥാനമാക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതുകൊണ്ട് കാർണിക്ക് ഗുണമുണ്ടായി. കാരണം ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റി. കനേഡിയൻ ദേശീയബോധത്തെ വളർത്തി ആണ് ആ തെരഞ്ഞെടുപ്പിൽ അവർ യഥാർത്ഥത്തിൽ ജയിച്ചത്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കയറ്റുമതിയുടെ ഒക്കെ സിംഹഭാഗവും കാനഡയിൽ നിന്ന് പോകുന്നത് ഈ അമേരിക്കയിലേക്കാണ്. അപ്പോൾ ഇയാൾ ബാങ്കറായിരുന്നത് കൊണ്ട് അത്യാവശ്യം ഇനി നമുക്ക് ചർച്ച ചെയ്യാം എന്നൊക്കെയുള്ള
അവസ്ഥയിലേക്ക് ട്രംപ് വരുന്നു തോന്നുന്നു. ട്രൂഡോ ജനുവരിയിലാണ് പോയത്, രാജിവെച്ച് പോയത്. 2022-24 ഈ ജഗ്മീത് സിംഗിന് ലിബറൽ പാർട്ടിയുടെ ട്രൂഡോയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സഖ്യകക്ഷിയായിട്ട് ആ സർക്കാരിലൊക്കെ ചേർന്നത്. 2020 പക്ഷേ സിംഗ് ട്രൂഡോ അസ്തമയത്തിലേക്ക് പോവുകയാണെന്ന് കണ്ടിട്ട് ട്രൂഡോയ്ക്ക് പിന്തുണ പിൻവലിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബറിൽ ഈ ജഗ്മീത് സിംഗ് സ്വയം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ അവസ്ഥയിൽ നിന്നാണ് ഇപ്പോൾ പാതാളത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നത്. 2024 ഡിസംബറിൽ ഉപപ്രധാനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് രാജിവെച്ചു, ഉപപ്രധാനമന്ത്രി. അത് വലിയ അടിയായിരുന്നു ട്രൂഡോയ്ക്ക്. ട്രൂഡോയുടെ കാലം അവസാനിക്കുന്നു എന്ന് വളരെ വ്യക്തമായപ്പോൾ ക്രിസ്റ്റിയ ഫ്രീലാൻഡ് രാജിവെച്ചു. അഭിപ്രായ വോട്ടെടുപ്പിൽ ഈ ലിബറൽ കക്ഷിക്കും NDPക്കും ഈ സിഖ് തീവ്രവാദികളുടെ കക്ഷിക്കും നെക്ക് ടു നെക്ക് വോട്ട് കിട്ടി. ഈ ലിബറൽ കക്ഷിക്ക്, ട്രൂഡോയുടെ കക്ഷിക്ക് 21%, സിംഗിൻ്റെ കക്ഷിക്ക് 18% വോട്ട് കിട്ടിയിരുന്നു. 18-19% അഭിപ്രായ വോട്ടെടുപ്പുകൾ. അതാണ് സിംഗിന് സ്വയം മഹാനാണ് എന്ന് തോന്നാനുള്ള സാഹചര്യം വന്നത്. 2011 ഈ സിംഗിൻ്റേത് രണ്ടാമത്തെ വലിയ കക്ഷിയായിരുന്നു കാനഡയിൽ തന്നെ. ട്രൂഡോ രാജിവെച്ചതോടുകൂടി സിംഗും അവസാനിക്കുകയാണ് ചെയ്തത്, അസ്തമയം ആയത്. ട്രൂഡോ 43% ട്രൂഡോയുടെ പാർട്ടി വന്നിട്ടുണ്ട് ഇത്തവണ. സിംഗിൻ്റെ പാർട്ടി പക്ഷേ 6% ഇടിഞ്ഞ് പാതാളത്തിലേക്ക് പോയി. ഹൗസ് ഓഫ് കോമൺസിൽ 12 സീറ്റ് ഉണ്ടെങ്കിലാണ് രാഷ്ട്രീയ പാർട്ടിക്ക് അംഗീകാരം ഉണ്ടാവുക. മുമ്പ് 24 സീറ്റ് ഉണ്ടായിരുന്നു, അംഗീകാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ 7 സീറ്റാണ്, ഇനി അംഗീകാരം ഇല്ല. അതുകൊണ്ട് ഫെഡറൽ ഫണ്ടിങ് ഉണ്ടാവില്ല, പാർലമെൻറ്റിൽ പ്രത്യേക അവകാശങ്ങളും ഉണ്ടാവില്ല. അങ്ങനെയും നഷ്ടം വരികയാണ് ജഗ്മീത് സിംഗിൻ്റെ ഈ സിഖ് തീവ്രവാദി പാർട്ടിക്ക്. അപ്പോൾ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാക്കും എന്നൊക്കെ തുടങ്ങിയുള്ള ട്രേഡ് വാറ്, ഇങ്ങനത്തെ ട്രംപിൻ്റെ ഭീഷണിയൊക്കെ വന്നത് ഈ കാർണിയെ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ കാനഡയുടെ 77% കയറ്റുമതിയും അമേരിക്കയിലേക്കാണ്. അപ്പോൾ അത്യാവശ്യമൊക്കെ ഇനി ചേർന്ന് പോകുന്നതാണ് നല്ലത്. കാർണി മുമ്പ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഗവർണറായിരുന്നു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെപ്പറ്റി കുറച്ച് പിടിപാടൊക്കെ കാണുമായിരിക്കും. ലിബറൽസിന് 11% കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രൂഡോയെ കളഞ്ഞതുകൊണ്ടൊക്കെ വലിയ ഗുണമുണ്ടായി അതിന്. അത്രയും തന്നെ NDPക്ക് കുറയുകയും ചെയ്തു. ഏതാണ്ട് അത്രയും വോട്ട് ശതമാനം കുറഞ്ഞു. 2024 ഒക്ടോബർ മുതൽ ഇന്ത്യയുമായിട്ട് വലിയ ശത്രുതയിലാണ് കാനഡ. 2024 ഒക്ടോബർ മുതൽ ഹൈക്കമ്മീഷണർ ഇല്ല കാനഡയിൽ ഇന്ത്യക്ക്. സഞ്ജയ് കുമാർ വർമ്മയെ നമ്മൾ പിൻവലിച്ചു, നമ്മുടെ ഹൈക്കമ്മീഷണറെ. പക്ഷേ ഇന്നലെ മോദി കാർണിക്ക് അഭിനന്ദന സന്ദേശം അയച്ചിട്ടുണ്ട്. വിജയിച്ചതിൽ സന്തോഷം. ഇനി നമ്മൾ അവിടെ ഒരു സ്ഥാനപതിയെ വയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല, കുറച്ചും കൂടി മെച്ചപ്പെട്ട ബന്ധം കാനഡയും ഇന്ത്യയും തമ്മിൽ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള മറ്റാളുകൾക്കൊക്കെ വളരെ സഹായകരമായിരിക്കും. എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലും ഈ നമ്മുടെ മലയാളി സ്റ്റേറ്റ് പോലെയുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ. അത് അങ്ങനെയൊക്കെ ഉണ്ട്. ഈ ഹർദീപ് സിംഗ് നിജ്ജർ എന്ന് പറഞ്ഞ ഈ സിഖ് തീവ്രവാദിയെ സറയിൽ 2023 വെടിവെച്ച് കൊന്നിരുന്നു ചില ആളുകൾ. അപ്പോൾ ഇന്ത്യ അത് കഴിഞ്ഞപ്പോൾ അവരുടെ സ്ഥാനപതി നമ്മളാണ് ഇതിന് ഉത്തരവാദി എന്ന് ഇയാൾ ട്രൂഡോ പറഞ്ഞതിൻ്റെ പിന്നാലെ നമ്മൾ കാനഡയുടെ സ്ഥാനപതി ഒളീവിയർ സിൽവസ്റ്ററെ പുറത്താക്കി ഇവിടുന്ന്. അങ്ങനെയാണ് അയാളെ കാനഡയുടെ ചാരനാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 43 നയതന്ത്രജ്ഞരെ കാനഡയുടെ നമ്മൾ പുറത്താക്കി. പിന്നെ നമ്മളുടെ സഞ്ജയ് കുമാർ വർമ്മയെ നമ്മുടെ സ്ഥാനപതി നമ്മൾ പിൻവലിക്കുകയും ചെയ്തു. ഈ നിജ്ജർ നമുക്ക് വലിയ ശല്യമായിരുന്നു. കാരണം ഈ പണ്ട് ഈ കനിഷ്ക എന്ന് പറഞ്ഞിട്ടൊരു വിമാനം റാഞ്ചി കൊണ്ടുപോയ കേസൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ കനിഷ്ക റാഞ്ചി കൊണ്ടുപോയ ഈ സിഖ് തീവ്രവാദികളെയൊക്കെ കാനഡ ട്രൂഡോ സംരക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ വിമാനം റാഞ്ചികളെയൊക്കെ ട്രൂഡോ പിടിച്ചിരുന്നെങ്കിലും, കനഡിയൻ സർക്കാർ പിടിച്ചിരുന്നെങ്കിലും
അവർ വിമാനം റാഞ്ചി കൊണ്ടുപോയി എന്ന് പറഞ്ഞൊരു കുറ്റം ചുമത്തിയില്ല. അവര് ആയുധങ്ങൾ അനധികൃതമായിട്ട് കൈവശം വെച്ചു എന്ന് പറഞ്ഞൊരു കുറ്റം മാത്രമാണ് ചുമത്തിയത്. അങ്ങനെയാണ് അവർക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അപ്പോൾ പ്രതികളെയൊക്കെ നമുക്കറിയാം. ഈ നിജ്ജർ നമുക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കുത്തിത്തിരിപ്പുകളും ഒക്കെ നമുക്കറിയാം. അവിടെ ഈ ഹൈക്കമ്മീഷന്റെ മുമ്പിൽ നടത്തുന്ന പ്രകടനങ്ങളും മോദിയുടെ കോലം കത്തിക്കുന്ന ഇങ്ങനെ തുടങ്ങിയ സംഗതികളൊക്കെ, അതുപോലെ തന്നെ ഹിതപരിശോധന നടത്തുക ഖലിസ്ഥാൻ്റെ, ഓസ്ട്രേലിയ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ. എന്നിട്ട് ഈ ഖലിസ്ഥാൻ വാദത്തിന് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക. ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇയാൾ ചെയ്യുന്നുണ്ടായിരുന്നു. പഞ്ചാബിൽ ഖലിസ്ഥാൻ വാദത്തിന് ഈ അമൃതപാൽ സിംഗ് ഒക്കെ ഇല്ലേ, ജയിച്ചല്ലോ MP ആയിട്ട്. ആസാമിലെ ദിബ്രുഗഡ് ജയിലിൽ നിന്ന് കടന്നുകൊണ്ടാണ് അയാൾ ജയിച്ചത്. ഇപ്പൊ പാർലമെന്റിൽ അയാൾ പങ്കെടുക്കുന്നില്ല. കുറെ ദിവസം പാർലമെന്റിൽ പങ്കെടുപ്പിച്ചില്ലെങ്കിൽ അയാളുടെ MP സ്ഥാനം പോകും. അങ്ങനെയുണ്ട്. 6 മാസം കാരണമില്ലാതെ പങ്കെടുത്തില്ലെങ്കിൽ. അപ്പൊ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അമൃതപാൽ സിംഗ് തോന്നുന്നു, തീവ്രവാദി. അവന് MP സ്ഥാനം പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നിജ്ജർ കൊല്ലപ്പെട്ടു. നിജ്ജറിനെ ഇന്ത്യ ഈ പാകിസ്ഥാനിലെ അജ്ഞാതന്മാരെ അയച്ചു തീർക്കുന്ന പോലെ തീർത്താണെന്നുള്ള വാദമാണ് ട്രൂഡോ ഉയർത്തിയത്. പക്ഷേ നിജ്ജറുടെ കൊലപാതകളെ പിൽക്കാലത്ത് ഈ പുറത്താക്കലൊക്കെ കഴിഞ്ഞ ശേഷം അവിടെ പീടുവീടുമൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ വലിയ സംഘർഷം ട്രൂഡോ ഇന്ത്യയൊക്കെ ഉണ്ടാക്കി. ആ സാഹചര്യത്തിന് ഈ തെരഞ്ഞെടുപ്പോടുകൂടി വലിയ അയവ് വരുന്നു. ഈ ഖലിസ്ഥാൻ തീവ്രവാദികൾ പാതാളത്തിലേക്ക് പോകുന്നതിന് നമ്മൾ ദൈവത്തിനോട് നന്ദി പറയണം. അത് വലിയ ആശ്വാസമാണ് നമുക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.